ഞങ്ങൾ ഈ സംഭവം നിങ്ങളുടെ പേരിൽ അങ്ങടെ തരും. ഹലോ പെറ്റ് ലവേഴ്സ്, അപ്പം എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമ്മളെ താല്പര്യമില്ലാത്ത ആൾക്കാർക്കും ഭയങ്കര ഹാപ്പിയാണെന്ന് അറിയാട്ടോ. കാരണം സംഭവം വേറെ ഒന്നുമല്ല, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഒരു ഹെവൻ അടച്ച് പൂട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മളെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പക്ഷെ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി ഈ ഒരു സംഭവം. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി. കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ജെനുവിനായിട്ട് ഇത്രയും അപ്ഡേഷൻസും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷെൽട്ടർ അടച്ചു പൂട്ടാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി കുറേ പേർക്ക്. ഇതിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, നമുക്കെതിരെ കുറച്ച് കംപ്ലൈൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതിലെ 3 മെയിൻ കംപ്ലൈൻറ്റുകളാണ്. നമ്മൾ ടിക് ഫീവറിൻ്റെ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യണതെന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ടിക് ഫീവറിൻ്റെ പ്രിവെൻറ്റീവ് മെഡിസിനാണത്. ടിക് ഫീവർ വരാതിരിക്കാനായിട്ടുള്ള മെഡിസിനാണ്. ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് വാക്സിൻ എടുത്തത് കൊറോണ വന്നിട്ടല്ലോ, കൊറോണ വരാതിരിക്കാനല്ലേ നമ്മൾ വാക്സിൻ എടുത്തത്. അതേപോലത്തെ സെയിം പാറ്റേൺ തന്നെയാണ് ഇതും. അപ്പോൾ അത് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് നമ്മൾ പരത്തിയെന്നാണ് പറയുന്ന കാരണങ്ങൾ ഇതൊക്കെ കേട്ടോ. പിന്നെ രണ്ടാമത്തത്, നമ്മളിവിടെ ബ്രീഡിങ് ആണ് നടക്കണത്. ബ്രീഡിങ് നമ്മളിവിടെ വരുന്ന ഫീമെയിൽസിനൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്ത് പപ്പീസിനെ ഇറക്കി നമ്മൾ പൈസ മേടിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, ബ്രീഡിങ്, വാക്സിൻ, പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ നമ്മൾ ഹൈജീനിക്. എൻ്റെ പൊന്നെ, അതാണ് മെയിൻ കാര്യം. നമ്മളിവിടെ ഒട്ടും വൃത്തിയില്ലാണ്ടാണ് പിള്ളേരെ നോക്കണമെന്നാണ് പറഞ്ഞേക്കണത്. നമ്മളിവിടെ പിള്ളേരെ അപ്പിയിലും മൂത്രത്തിലൊക്കെയാണ് നമ്മൾ പിള്ളേരായിട്ട് വളർത്തുന്നതാണ് പറഞ്ഞേക്കണത് കേട്ടോ. ഇതൊക്കെയാണ് മെയിൻ കംപ്ലൈൻറ്റ്. വിത്ത് ഫോട്ടോ സഹിതമാണ്. എൻ്റെ ഫോട്ടോയും ജോണിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടാണ് കംപ്ലൈൻറ്റില്ല. ഇത്രയും വലിയൊരു A4 ഷീറ്റിൽ സ്ക്രീൻഷോട്ടുകളാണ്. എൻ്റെ സത്യമായിട്ട് ഞാൻ എൻ്റെ ഇത്രയും ഭംഗിയുള്ള മുഖം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സ്ക്രീൻഷോട്ടിൽ. അപ്പോൾ അതിന് വലിയ നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്ന് വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഞാനൊരു ഓപ്പൺ ചലഞ്ച് നിങ്ങൾ തരാണ്. ഈ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ള ഇക്കാണെങ്കിലും ആ ചേച്ചിമാരിൽ ഏതെങ്കിലും ഒരു ചേച്ചി വന്നാലും മതി കേട്ടോ. ഞാൻ 3 മാസം ഞാൻ ഇവിടുന്ന് മാറിക്കാം. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ 2 ആൾക്കാർ വരണം. സ്കൂൾ വിട്ട പോലെ ഒന്നും വരരുത്. 2 ആൾക്കാർ വരണം. ഈ 2 പേരിൽ നിങ്ങൾ ചൂസ് ചെയ്തോ. മലയാളികളായിരിക്കണം. കാരണം ഞാനിവിടെ ഹിന്ദിക്കാരോ തമിഴന്മാരോ അല്ലേ വെച്ചേക്കണേ. ജോൺ മലയാളിയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ മോസ്റ്റ്ലി നോക്കുന്നത് മൂപ്പരാണ്. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് ആണ് ചെയ്യണം കൂടുതലും. അപ്പോൾ ഇവിടെ വന്നിട്ട് 3 മാസം സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങും പിള്ളേരെ ടേക്ക് കെയർ ചെയ്യലും വിത്ത് ഹൈജീനിക്ക്, വിത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളിവിടെ 3 മാസം നല്ല വെട്ടിപ്പായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സംഭവം നിങ്ങളുടെ പേരിൽ അങ്ങടെ തരും. മനസ്സിലായോ? ഇത് ഓപ്പൺ ചലഞ്ചാണ്. 3 മാസം ഇവിടെ നമ്മുടെ ഈ ഒരു ഹെവൻ്റെ EMI എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹെവൻ എടുത്തേക്കുന്നത് ലോണിലാണ്. മാസം അതിൻ്റെ EMIയും ഞാൻ കൊടുക്കുന്ന ഫുഡ് തന്നെ കൊടുക്കണം. നിങ്ങളുടെ തോന്നിവാസത്തിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു ഫുഡ് പാറ്റേൺ കാര്യങ്ങളുണ്ട്, ഫുഡ് ചാർട്ട് ഉണ്ട്. അപ്പോൾ ആ ഫുഡ് ചാർട്ടിൽ എത്ര പപ്പീസിന് എന്ത് ഫുഡ്, അഡൾട്ടിന് എന്ത് ഫുഡ്, വയ്യാത്ത ആൾക്കാർക്ക് എന്ത് ഫുഡ്, ഡോഗ് ഫുഡ് 3 സെപ്പറേറ്റ് കാര്യങ്ങളും, അതുപോലെ ഇവിടുത്തെ ഇവിടുത്തെ ഫുഡിൻ്റെ എക്സ്പെൻസും വിത്ത് മെഡിസിൻസ് വിത്ത് സപ്ലിമെൻറ്റ്സ് എല്ലാത്തിൻ്റെ എക്സ്പെൻസ് നിങ്ങൾ ഏറ്റെടുക്കണം. ഈ 3 മാസം നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങൾ ചെയ്ത് കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർമ്മൻസ് വേൾഡ് നിങ്ങൾക്ക് ഞാൻ എഴുതിയിട്ടാണ്. ഇത് ഓപ്പൺ ചലഞ്ചാണ്. കംപ്ലൈൻറ്റ് തന്നിട്ടുള്ള മുഹമ്മദ് മിക്ക ആണെങ്കിലും ശരി, അത് കൂടെ വന്ന ചേച്ചിമാരാണെങ്കിലും ശരി, ഞാൻ മുന്നേ ഈ ഒരു സംഭവം ഞാൻ വെറുതെ വിട്ടത് എതിരെ നിൽക്കുന്നത് പെണ്ണുങ്ങളായതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം വെറുതെ വിട്ടേക്കണേ. പക്ഷേ ഈ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരാണ്, ഓപ്പൺ ചലഞ്ച് അങ്ങോട്ട് തരാം. നിങ്ങൾ ചെയ്ത് കാണിക്കുക. പിന്നെ വേറൊരു കാര്യം, കുറേ കമൻസുകൾ കണ്ടു ഞാൻ ഈ കാര്യം എന്തുകൊണ്ടാണ് വലിയ രീതിക്ക് സംസാരിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇതിലിടപെടാത്തതെന്ന്. എന്താ കാരണം എന്നറിയോ? ചില പട്ടികൾ കടിക്കും, ചിലത് കടിക്കും, ചിലത് കാക്കിയിടും. സാറേ ജോർജേ, മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ